കാലഹോരയുടെ പ്രാധാന്യം. ശുഭകാര്യങ്ങൾക്ക് യാത്ര തിരിക്കുമ്പോൾ കാലഹോര നോക്കിയ ശേഷം പുറപ്പെടുന്നതാണ് വളരെ നല്ലത്. ഒരാളുടെ ജാതകത്തിലുള്ള ഗ്രഹങ്ങളുടെ ശക്തിക്കനുയോജ്യമായ വിധത്തിൽ കാലഹോര നോക്കിയിറങ്ങുന്ന പ്രവൃത്തികൾ വിജയത്തിലെത്തുന്നതായിട്ടുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ. എന്നാൽ സർവ്വസാധാരണമായി ശുഭഗ്രഹങ്ങളുടെ ഹോരയിൽ യാത്രയ്ക്ക് ഉത്തമവും അശുഭഗ്രഹങ്ങളുടെ ഹോരയിൽ യാത്രയ്ക്ക് അധമവുമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂർ ഓരോ ഗ്രഹത്തിനും ഓരോ മണിക്കൂർ വീതമാണ് കണക്കാക്കുന്നത്. ആദിത്യൻ, ശുക്രൻ, ബുധൻ, ചന്ദ്രൻ, ശനി, വ്യാഴം, ചൊവ്വ എന്നീ ക്രമത്തിലാണ് കാലഹോരാധിപന്മാരെ കണക്കാക്കുന്നത്. അതായത് കാലഹോരാധിപന്മാരുടെ 6ാമത്തെ ആഴ്ചയുടെ അധിപൻ കാലഹോരാധിപനായിരിക്കും. രാത്രിയിൽ അന്നത്തെ ആഴ്ചയുടെ 5ാമത്തെ ആഴ്ചയുടെ അധിപനും പിറ്റേ ദിവസം ഉദയം വരെ കണക്കാക്കിക്കൊള്ളണം. പരിഹാര നൈവേദ്യങ്ങൾ. മേടം രാശിക്ക് അപ്പം ഉഴുന്നുകൊണ്ടുള്ള നൈവേദ്യങ്ങൾ. ഇടവം കടലച്ചുണ്ടൽ, ഉഴുന്ന് ചുണ്ടൽ. മിഥുനം ശർക്കര പായസം. കർക്കിടകം കടും പായസം. ചിങ്ങം അതിരസം നെയ്പായസം. കന്നി പഞ്ചാമൃതം. തുലാം വെള്ള നൈവേദ്യം. വൃശ്ചികം കൽക്കണ്ട പായസം. ധനു ഈന്തപ്പഴം. മകരം എള്ളുചോറ്. കുംഭം തൈര് ചോറ്. മീനം അവൽ, കടല, കരിമ്പ്. ഓരോ രാശിക്കനുസരിച്ച് നൈവേദ്യങ്ങൾ സമർപ്പിച്ചാൽ ദോഷപരിഹാരത്തോടൊപ്പം ആയുരാരോഗ്യ സൗഖ്യം നിറഞ്ഞ ഒരു ജീവിതവും കൈവരുന്നതാണ്.